ഹായ്, സലാം അലൈക്കും. ഞാൻ സഹീറ ഫ്രം ഇർഹാസ് ഡിസൈനർ സ്റ്റുഡിയോ. കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്? എല്ലാവർക്കും സുഖല്ലേ? എനിക്ക് ഇപ്പൊ സുഖാണ്. കുറച്ച് ദിവസമായിട്ട് ബിസി ആയിപ്പോയി. വീട് മാറല്, അത് കഴിഞ്ഞ് അലർജിന്റെ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. അത് കാരണം ജലദോഷം വന്ന് പിന്നെ അത് പനിയായി മാറി. അങ്ങനെ എല്ലാം കൂടെ കുറച്ച് ദിവസമായിട്ട് വളരെ ഡൗൺ ആയിപ്പോയി. വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷെ ഭയങ്കര ടയർഡ്. അത് കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇല്ലാതിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും, ബുദ്ധിമുട്ടൊന്നും വന്നില്ലെങ്കിൽ. ഓക്കെ, അപ്പൊ ഒന്ന് നമ്മൾ വന്നിട്ടുള്ളത് റണ്ണിങ് മെറ്റീരിയൽ ആയിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോ ഫസ്റ്റിൽ തന്നെ നമുക്ക് കുറച്ച് ജോർജറ്റിന്റെ പ്രിന്റ് കാണാം. 44 ഇഞ്ച് വിടുത്തുള്ള ജോർജറ്റിൽ വരുന്ന പ്രിന്റഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇത്. ഇതിന്റെ ബേസ് കളർ വന്നിട്ട് ഒരു ബീജ് കളറും പിന്നെ അതിലോട്ട് തന്നെ ഒരു ഐവറി ടച്ച് ഉള്ളൊരു ബീജ്. ഇത് ഡാർക്ക് നേവി ബ്ലൂ പോലെയാണ് കേട്ടോ തോന്നുന്നത്, പക്ഷെ ബ്ലാക്ക് പോലെ അത്രയും നല്ല ഡാർക്ക്. ഇതിന്റെ ബാക്ക് ഭാഗം നോക്കുമ്പോൾ ഇത് നേവി ബ്ലൂ ആയിട്ടാണ് കാണുന്നത്, പക്ഷെ ഇതിന്റെ നല്ല ഭാഗം നോക്കുമ്പോൾ ബ്ലാക്ക് പോലെയാണ് തോന്നുന്നത്. അപ്പോ ഇങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത്. 44 ഇഞ്ച് വിടുത്തുള്ള ജോർജറ്റ് ആണ്. നല്ല ഭംഗി ഉണ്ടാവും ഗൗണുകള്. അതേപോലെ നമുക്ക് ഉള്ളില് പ്ലെയിന് ഒരു എയർലൈന്റെ ടോപ്പ് അടിച്ചിട്ടിട്ട് പുറത്ത് ഒരു കോട്ട് പോലെ ചെയ്താലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും. ഇത് റേറ്റ് വരുന്നത് 90 ആണ് കേട്ടോ, 90. ഓക്കെ, അടുത്തത് ഇത് നേവി ബ്ലൂ ആണ് ബേസ് കളർ ആയിട്ട് വരുന്നത്. നേരത്തെ നമ്മൾ കാണിച്ചത് ഐവറിയില് നേവി ബ്ലൂവിന്റെ പ്രിന്റ് ആയിരുന്നു, പക്ഷെ അത് നല്ല ബ്ലാക്ക് ആണ് കേട്ടോ. നേരത്തെ കാണിച്ചതിന്റെ പ്രിന്റ് തോന്നുന്നത് ബ്ലാക്കും അല്ല ബ്ലൂ അല്ലാത്ത നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കാണിക്കുന്നത്. ഇത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ബേസ് കളർ വരുന്നത്. അതില് ഒരു ലൈറ്റ് ഗ്രേ ആയിട്ട് വരുന്ന ഒരു ലീഫിന്റെ പ്രിന്റ്. ഇതും ജോർജറ്റ് തന്നെയാണ്. 44 ഇഞ്ചാണ് വിടുത്ത് വരുന്നത്. റേറ്റ് വരുന്നത് 90 ആണ്, 90 കേട്ടോ, 90 രൂപ. ഇങ്ങനെയാണ് വരുന്നത്. ഇതും നേരത്തെ പോലെ തന്നെ നമുക്ക് ഒരു നേവി ബ്ലൂവിന്റെ ഒരു എയർലൈന്റെ ടോപ്പ് ഉള്ളിൽ അടിച്ചിട്ടിട്ട് പുറമെ ഗൗണ അല്ല കോട്ടായിട്ട് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും. നല്ല കുഴഞ്ഞെടുക്കുന്ന മെറ്റീരിയൽ ആണ്. ലൈനിങ് മസ്റ്റ് ആണ്. ജോർജറ്റിന് ലൈനിങ് വേണമെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോ ഇതില് ഈ 2 കളറാണ് ഉള്ളത്. അടുത്തത് ജോർജറ്റ് തന്നെയാണ്. നല്ല ജെറ്റ് ബ്ലാക്ക് ആട്ടോ, നല്ല ഡാർക്ക് ബ്ലാക്ക്. അതില് ഇത് വർക്കാണ് വരുന്നത്. നേരത്തെ നമ്മൾ കാണിച്ച 2 പ്രിന്റും അത് വന്നത് പ്രിന്റ് ആണ്. ഇത് വർക്കാണ്. നല്ല നല്ല അടിപൊളി വർക്കാട്ടോ. നല്ല ഭംഗി ഉണ്ടാവും ഇത് വെച്ച് ചെയ്താല്. പ്ലെയിന് ബ്ലാക്ക് ജോർജറ്റ് എടുത്തിട്ട് അംബ്രല പാന്റും ഇത് ചെറിയ ടോപ്പായിട്ടും ഒക്കെ ചെയ്താല് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ്. ഗോൾഡൻ കളറിന്റെ വർക്കാണ് വരുന്നത്. ചെറിയ ഒരു ബൂട്ട വർക്കിന്റെ ഇതുണ്ട്. പിന്നെ അതിൽ കൂടെ തന്നെ വേറൊരു അത്ര വലിയ വർക്കായിട്ടല്ല, പക്ഷെ ഫുള്ള് വർക്ക് ഉണ്ട്. അത് വിചാരിച്ച് വർക്കല്ലത്, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, റേറ്റ് വരുന്നത് 160 ആണ് വരുന്നത്. നല്ല ഇതാട്ടോ വരുന്നത്. ജോർജറ്റ് നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റിലാണ് വന്നിട്ടുള്ളത്. ലോക്കലി ജോർജറ്റ് അല്ല. 160ക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ടും വെർത്താണ്. ഓക്കെ, അടുത്തത് അതിന്റെ തന്നെ ഓഫ് വൈറ്റില് അതേ വർക്ക്. രണ്ടും നല്ല ഡിമാൻഡ് ഉള്ള മെറ്റീരിയൽ ആണ്. ഇപ്പൊ ഷോപ്പിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാരെ മുറിച്ചോണ്ട് പോയിട്ടോ. ഇനി കുറച്ചേ ഉള്ളൂ. ബ്ലാക്ക് കുറച്ച് അധികം ഉണ്ട്, ഈ ഓഫ് വൈറ്റ് കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് വേണ്ടവര് പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യണേ. പ്രിന്റ് നല്ലോണം മനസ്സിലാവുന്നില്ലേ? ഓഫ് വൈറ്റ് ആണ് കളറ്. നല്ല ജോർജറ്റ് ആണ്. റേറ്റ് വരുന്നത് 160 ആണ്. 160ക്ക് നല്ലതാണ് ഇത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഗൗണാക്കാം, അംബ്രലയിൽ അടിക്കാം. അതേപോലെ
പിന്നെ പിന്നെ ഫ്രില്ലിട്ടിട്ടുള്ള ഗൗൺ അടിക്കുക, എങ്ങനെയായാലും നല്ല ഭംഗി ഉണ്ടാവും. 44 ഇഞ്ച് വീതിയാണ്. റേറ്റ് വരുന്നത് 160 ആണ്. ഓക്കെ, അടുത്തത് മസ്ലിനിൽ തന്നെ 3 പീസ് സെറ്റ് ആണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ടോപ്പ് വരുന്നത്. ടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേപ്പ് കളറിന്റെ ലൈറ്റ്, അതേപോലെ ഒരു ലൈറ്റ് ഗ്രേ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഗ്രേ ആട്ടോ. പിന്നെ ഒരു പിങ്ക്, കുറച്ചൊക്കെ ഒരു പിങ്ക്, അതിൽ ഫോയിലായിട്ട്. ബോട്ടം വരുന്നത് ഇങ്ങനെ ലൈനായിട്ടാണ് വരുന്നത്. പക്ഷെ ബോട്ടത്തിൽ ഫോയിൽ വരുന്നില്ല കേട്ടോ. ടോപ്പിൽ മാത്രമേ ഫോയിൽ വരുന്നുള്ളൂ, ദുപ്പട്ടയിലും വരുന്നില്ല. 150 ആണ്. അപ്പോൾ ടോപ്പ് 170, ബോട്ടം 150, ദുപ്പട്ട വരുന്നത് 160. മീറ്ററിന്റെ റേറ്റ് ആണ് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ ദുപ്പട്ട ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ദുപ്പട്ട വരുന്നത് ബോക്സ് ആയിട്ടല്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ളത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിക്കാണ് ദുപ്പട്ട വരുന്നത്. ബോക്സ് ആയിട്ട് വരുന്നില്ല. 2.25 വേണ്ടവർക്ക് 2.25 എടുക്കാം, 2.30 വേണ്ടവർക്ക് അങ്ങനെ, 2.5 വേണ്ടവർക്ക് അങ്ങനെ, എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. കാണുന്നുണ്ടോ? ഫുള്ളായിട്ട് കാണുന്നുണ്ടോ? ബാക്ക് പോയി അപ്പോൾ നല്ലോണം കിട്ടും അല്ലേ പ്രിന്റ്. ഓക്കെ, അടുത്തത് അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ്. ഇത് നമ്മളെ കടയിൽ കുറേ മുറിച്ച് പോയിട്ടുണ്ട്. ഇത് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി നിന്നതായിരുന്നു, അപ്പോഴാണ് എനിക്ക് വയ്യാതെ വന്നത്. അതുകൊണ്ട് കുറച്ചേ ബാക്കിയുള്ളൂ, ഉള്ളത് കാണിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ്. ഇതാണ് കേട്ടോ ടോപ്പ് വരുന്നത്. ടോപ്പിൻ്റെ കളറ് നേരത്തെ പോലെ തന്നെ ബേസ് കളറായിട്ട് വരുന്നത് രണ്ടും ഒരേതാണ്. അതിൻ്റെ കളർ ചേഞ്ച് തന്നെയാണ്. ഒരു ഗ്രേയും പിന്നെ ലൈറ്റും ഒരു ബ്ലാക്കും ഗോൾഡൻ കളറും ഒരു ജാതി നല്ലൊരു സ്റ്റാൻഡേർഡുള്ള കളേഴ്സാണ്. നല്ല ഭംഗിയുള്ളൊരു ടോപ്പിൽ ഫോയിൽ പ്രിൻ്റ് ഉണ്ട് കേട്ടോ. ബോട്ടത്തിലും ദുപ്പട്ടയിലും ഫോയിലില്ല. ടോപ്പിൽ മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നത്. 44 ഇഞ്ചാണ്. ഇതാണ് ബോട്ടം വരുന്നത്. ബോട്ടം നേരത്തെ പോലെ തന്നെ ഒരു ലൈൻ പാറ്റേൺ ആയിട്ട്. ദുപ്പട്ട ഇങ്ങനെ നേരത്തെ പോലെ തന്നെ, ബോക്സ് അല്ല, സെയിം തന്നെ. നേരത്തെ കാണിച്ച അതിൻ്റെ സെയിം കളർ ചേഞ്ച് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും പ്രിൻ്റോട് കൂടിയാണ്. ദുപ്പട്ട റേറ്റ് വരുന്നത് 160 ആണ്. ടോപ്പ് റേറ്റ് വരുന്നത് 170 ആണ്. ബോട്ടം റേറ്റ് വരുന്നത് 150 ആണ് കേട്ടോ. അടുത്തത് കാംബ്രിക് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. 60 ആണ്. ഇപ്പോൾ എന്താ പറയുക, വേനൽക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പകൽ ചൂടും രാത്രി തണുപ്പും ഒക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും കോട്ടൺ എത്ര കിട്ടിയാലും മതിയാവാത്തൊരു ടൈമല്ലേ, എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതിൻ്റെ ബേസ് കളർ വന്നത് ഒരു ഓഫ് വൈറ്റ് കളറിൽ യെല്ലോ, അതായത് യെല്ലോ എന്ന് പറഞ്ഞാൽ 2-3 കളറിൽ യെല്ലോ തന്നെ വരുന്നുണ്ട്. പിന്നെ ഒരു ഡാർക്ക് ചെറിയൊരു ബ്രൗൺ കളർ അങ്ങനെയൊക്കെ കൂടെ ആയിട്ടാട്ടോ വരുന്നത്. 44 ഇഞ്ചാണ് വിടുത്ത് വരുന്നത്. റേറ്റ് വരുന്നത് 120 ആണ്. അടുത്തത് ക്യാൻഡിയുടെ കളറ്. ഇതൊരു ക്യാൻഡി ഇല്ലേ,
മുട്ടായിയുടെ നമ്മളെ ആ ഒരു കളേഴ്സ്. ഓഫ് വൈറ്റ് തന്നെ ബേസ് കളർ വരുന്നത് എല്ലാം ഒരേ കളർ തന്നെയാണ്. പ്രിൻറ്റിൻ്റെ മാത്രം കളർ ചേഞ്ച്. പിങ്കിൻ്റെ കുറേ ഷെയ്ഡുകളുണ്ട്. ഒരു ക്യാൻഡി മുട്ടായിലേക്ക് നോക്കുന്ന അതേ ഒരു ഫീലിങ്സാണ് തോന്നുന്നത്. പിന്നെ അതിൽ അവിടെ ഇവിടെ കുറച്ച് ഗ്രീനും കൂടെ ടച്ച് ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. 60 ആണ് മെറ്റീരിയൽ, 120 ആണ് റേറ്റ്. ഓക്കെ, ഇതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചും കൂടെ ബാക്കിയുണ്ട്. ബേസ് കളർ വൈറ്റ് തന്നെയാണ്, ഓഫ് വൈറ്റ് തന്നെയാണ്. അതിൽ മെയിനായിട്ട് ഗ്രീന്, പിന്നെ ഒരു എന്താ പറയുക, ഒരു ലീഫിൻ്റെ പ്രിൻ്റാട്ടോ. മൊത്തത്തിൽ എല്ലാത്തിലും ഒരു ലീഫാണ്. പക്ഷേ അങ്ങനെ ലീഫാണെന്ന് പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. ഇങ്ങനെയാണ് വരുന്നത്. റേറ്റ് വരുന്നത് 120 ആണ്. കാംബ്രിക് കോട്ടൺ 60 ആണ്. ഓക്കെ, അടുത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അന്ന് കാണിച്ചതിൽ കുറച്ച് മെറ്റീരിയൽ ബാക്കി ഉണ്ടായിരുന്നു. അതാണ് ഇതിൻ്റെ ബേസ് കളർ വന്നിട്ട് ബ്ലാക്ക് ആണ്. പ്രിൻറ്റിൻ്റെ കളറ് വൈറ്റും ഗ്രേയും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാട്ടോ. കാണുന്നില്ലേ? ഇങ്ങനെയാണ് പ്രിൻ്റ് വരുന്നത്. അതിൻ്റെ തന്നെ കാംബ്രിക് കോട്ടൺ 60 തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. റേറ്റ് വരുന്നത് 120 ആണ്. വെടുത്ത് വരുന്നത് 44 ആണ്. ഇത് ബേസ് കളർ ബ്ലാക്ക് ആണ്. ഇതിൽ പ്രിൻ്റ് വൈറ്റ് കളറിലാണ് വരുന്നത്. ഒരു മാംഗോ ഡിസൈനായിട്ട് ഇങ്ങനെയാണ് വരുന്നത്. റേറ്റ് വരുന്നത് 120 ആട്ടോ. അടുത്തത് ബേസ് കളർ വന്നിട്ട് ഒരു വൈറ്റ് കളറാണ്. വൈറ്റിൽ ബ്ലാക്ക് പ്രിൻ്റ്. ഈ പ്രിൻ്റ് എന്തോ ഒരു പ്രത്യേകത ഉള്ള പ്രിൻ്റ്. ഇതിലോട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ ഇതിങ്ങനെ കറങ്ങുന്നത് പോലെ തോന്നും നമുക്ക്. സുഖമല്ല, സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. വീഡിയോ എടുത്ത് വന്നതിന് ശേഷം ചെക്ക് ചെയ്തപ്പോൾ മൈക്ക് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് സൗണ്ട് കുറച്ച് വരും, സൗണ്ട് കുറച്ച് വരില്ല, അങ്ങനെ ആയി കിടന്നതായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും വോയിസ് കൊടുക്കുകയാണ്. അപ്പോഴേക്കിനും എനിക്ക് വീണ്ടും ചുമ വന്നു, പനി വന്നു, അങ്ങനെയൊക്കെ ആയി. ഇത് ഈ കാണിച്ച എല്ലാ മെറ്റീരിയലിനും നമുക്ക് ബോട്ടായിട്ട് യൂസ് ചെയ്യാം. പാൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ബേസ് കളർ വൈറ്റാണ്. അതിൽ ആഷും ബ്ലാക്കും പ്രിൻ്റായിട്ട് ആണ്. അടുത്തത് ഇത് നമ്മളുടെ ആൽമണ്ട് പ്രിൻറ്റിൻ്റെ ഒറിജിനൽ അജ്രക്കിൻ്റെ പ്രിൻ്റ് നാച്ചുറൽ കളറാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വെടുത്ത് വരുന്നത് 45 ആണ്. നല്ല ജെറ്റ് ബ്ലാക്ക് കളറാണ് കേട്ടോ. അത് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഫോട്ടോയിലൊക്കെ ഇതിങ്ങനെ കാണലുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ തന്നെ ഓർഡറാക്കി വാങ്ങിച്ചു. പക്ഷേ അതിൽ ബാക്കിയുള്ള കുറച്ച് മെറ്റീരിയലാണ്, അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 190 ആണ് കേട്ടോ. ഒറിജിനൽ നാച്ചുറൽ കളർ ഡൈ ചെയ്തിട്ട് വരുന്നതാണ്. ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്, സ്ക്രീൻ പ്രിൻ്റ് അല്ല. അതുകൊണ്ടിട്ടാണ് കേട്ടോ അതിനിങ്ങനെ റേറ്റ് വരുന്നത്. നല്ല മെറ്റീരിയലാണ്. നിങ്ങൾക്ക് ലൈനിങ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയലാണ്. ഓക്കെ, അടുത്തത് അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ്. നല്ലൊരു ബ്രിക്ക് റെഡ്. ഇത് ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു റെഡ് കളറായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഈ റെഡ് അല്ല കേട്ടോ. ഈ ഫോണിൽ കാണുന്ന ഈ റെഡ് അല്ല, ഒരു ചെങ്കല്ലിൻ്റെ കളറ് കൂടിയിട്ടുള്ള ഒരു ബ്രിക്ക് റെഡാണ്. ആൽമണ്ടിൻ്റെ പ്രിൻ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രിൻ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് ഒരേപോലത്തെ പ്രിൻ്റായിട്ട് കിട്ടില്ല. കാരണം ഇത് കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് ഓരോരോ ബ്ലോക്ക് വെച്ച് കുത്തി കുത്തി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വേരിയേഷൻസൊക്കെ പ്രിൻറ്റിൽ വരും. അത് ഇതിൻ്റെ ഒറിജിനാലിറ്റിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇത് വാങ്ങിക്കാൻ. ഓക്കെ, ഇതിൻ്റെ റേറ്റ് വരുന്നത് 190 ആണ്. വെടുത്ത് വരുന്നത് 45 ആണ്. അപ്പോൾ ഇഷ്ടമായവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാം. ഇനി അടുത്തത് ഇത് വറ്റിക്കാൻ സിൽക്കിൻ്റെ മെറ്റീരിയലാണ്. നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്. ഇതും സ്ക്രീനിൽ കാണുന്ന കളറല്ല, നല്ല പീക്കോക്ക് ഗ്രീനാണ് കേട്ടോ ഇതിൻ്റെ കളറ് വരുന്നത്. നല്ല അടിപൊളി കളറാണ്. 58-60 ഇഞ്ച് വീതി വരുന്ന മെറ്റീരിയലാണ്. നിങ്ങൾക്കിത് വെച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഗൗണ്, പിന്നെ എയർലൈൻ ടോപ്പ്, ഫ്രില്ലിട്ടിട്ട് അങ്ങനെയൊക്കെ പല രീതിയിലും ചെയ്യാൻ പറ്റും.
നല്ല മെറ്റീരിയലാണ്. നമ്മളിത് കൊടുക്കുന്നത് 160 ആണ് റേറ്റ് വരുന്നത്. എല്ലാവരും 180 190 ഒക്കെ റേറ്റിന് വിൽക്കുന്ന മെറ്റീരിയലാണ്. എന്തുകൊണ്ട് നിങ്ങൾക്കിത് വാങ്ങുന്നത് വെർത്താണ്. നല്ല മെറ്റീരിയലാണ്. ലൈനിങ് ഇല്ലാതെയും ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും ലൈനിങ് ഇട്ട് ചെയ്യുന്നതാണ് ഡ്രസ്സിന് കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യുക. ഓക്കെ, അടുത്തത് അതിൻ്റെ തന്നെ വേറൊരു കളറ്. ഇതിൻ്റെ കളറ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിമെൻറ്റിൽ വെള്ളം ഒഴിച്ചാൽ ഉണ്ടാവുന്നൊരു കളറില്ലേ, വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ പൗഡറായിട്ട് ഉണ്ടാകുമ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡ്. പക്ഷേ ഈ ഫോണിൽ കാണുന്നതിനേക്കാട്ടിലും കുറച്ചും കൂടെ ഡാർക്കായിട്ടാണ് കേട്ടോ ഈ കളറ് വരുന്നത്. അപ്പോൾ സിമെൻറ്റ് വെള്ളം ഒഴിച്ചാൽ എങ്ങനെ ഒരു കളറ് വരിക നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ആ ഒരു കളറാണ് ഇതിൻ്റെ ബേസ് കളറ് വരുന്നത്. അതിൽ ഓഫ് വൈറ്റ് അല്ല, ഒരു ഗോൾഡൻ ഐവറി ടച്ച് ആയിട്ടുള്ള ഒരു നല്ലൊരു കളറിൽ പ്രിൻറ്റ്. നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇത് വെച്ചിട്ട്. കാരണം നമുക്ക് പർദ്ദ പോലെ ചെയ്യാൻ പറ്റും. ഓവർ അട്രാക്റ്റഡ് ആയിട്ടുള്ള കളറല്ല, ബ്ലാക്ക് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ്, സ്റ്റാൻഡേർഡ് കളറാണ്. ആ കളറിൻ്റെ ഉള്ളിൽ ഒരു റെഡ് കളറും കൂടെ ആയിട്ട് ഫ്ലവേഴ്സ്, അതിന് പിന്നെ അവിടെ ഇവിടെ കുറച്ച് ലീവ്സ്, അങ്ങനെയൊക്കെ കൂടെ ആയിട്ട് നല്ല മെറ്റീരിയലാണ്. വത്തിക്കാൻ സിൽക്കാണ്. വിടുത്ത് വരുന്നത് 60 ഇഞ്ചോളം വിടുത്ത് വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 160 ആട്ടോ. അടുത്തത് അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ്. മെയിൻ കളറ് ബേസ് കളറായിട്ട് വരുന്നത് ഐവറി, ഒരു ബേജ് കളറായിട്ട് വന്നിട്ട് അതിൽ നേരത്തെ കാണിച്ചതൊക്കെ ഇപ്പോൾ രണ്ടാമത് കാണിച്ചത് ഒരു മീഡിയം സൈസ് ഫ്ലവറായിരുന്നു. ഇത് കുറച്ച് ബിഗ് ആയിട്ടുള്ള ഫ്ലവറാട്ടോ. കോഡ് സെറ്റ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. കോഡ് സെറ്റ് ചെറിയ പ്രിൻറ്റിലും ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും ഇപ്പം ട്രെൻഡായിട്ട് നിൽക്കുന്നത് ഇതുപോലത്തെ വലിയ പ്രിൻ്റാണ്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടാവും ചെയ്ത് കഴിഞ്ഞാൽ. നല്ല മെറ്റീരിയലാണ്. ഇനി അടുത്തത് ഇത് ഒരു ബ്രിക്ക് റെഡ് കളറാണ്, അല്ല ഇതൊരു റെഡിഷ് മെറൂണാണ്. സോറി കേട്ടോ, പറഞ്ഞത് മാറിപ്പോയി. ഇത് രണ്ട് കളറുണ്ട്. ഇത് രണ്ടും നമ്മളോട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. കാണുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് മെറൂണാണ്, ഇപ്പോൾ കാണിക്കുന്നത് മെറൂണാണ്. അതിൻ്റെ ത്രെഡ് കണ്ടാൽ ഇതൊരു റെഡ് കൂടെ ഈ ഇടയിലൂടെ റെഡ് ത്രെഡ് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. ഇതൊരു റെഡും കൂടെ ടച്ച് ആയിട്ട് വരുന്നൊരു മെറൂണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ കളർ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ എന്തായാലും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ മസ്റ്റായിട്ട് അത് പറയണോ, ഇന്ന കളറാണ് വേണ്ടത് എന്നുള്ളത് കേട്ടോ. പ്രിൻ്റ് വരുന്നത് ഇങ്ങനെയാണ്. നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ്. ഗൗണ് ചെയ്യാനും ടോപ്പ് ചെയ്യാനും കോഡ് സെറ്റ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. ഇനിയിപ്പോൾ ചുരിദാറിന് ചെയ്തതെന്ന് വിചാരിച്ച ഒരു കുഴപ്പമില്ല. ലൈനിങ് ഇല്ലാതെയും ചെയ്യാം, ലൈനിങ് ഇട്ടിട്ടും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. വിടുത്ത് 60 58 60 അത്രയും വിടുത്ത് നന്നായിട്ടുള്ള മെറ്റീരിയലാണ്. വത്തിക്കാൻ സിൽക്കിൻ്റെ മെറ്റീരിയൽ ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇപ്പോൾ ഇഷ്ടമാവുന്നവരെ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ. ഇത് നേരത്തെ കാണിച്ചത് തന്നെയാണ്, ഓപ്പണാക്കി കാണിക്കുന്നത് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കളറ് വേണ്ടത് അത് നിങ്ങൾ എന്തായാലും പറയണോ. റെഡിഷ് മെറൂൺ എന്ന് പറയണോ. പിന്നെ അതല്ല ഡാർക്ക് മെറൂണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഡാർക്ക് മെറൂൺ എന്ന് പറയണം കേട്ടോ. ഇങ്ങനെയാണ് പ്രിൻ്റ്. രണ്ടിൻ്റെയും പ്രിൻ്റ് സെയിം ആണ്, കളറിൽ മാത്രം, ആ ബേസ് കളറിൽ മാത്രം ചെറിയൊരു ഡിഫറൻസ്, ബാക്കിയെല്ലാം ഒരേപോലെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമ്മളുടെ ഈ വീഡിയോ ഉണ്ടായിരുന്നത്. ചെറിയൊരു കുഞ്ഞു വീഡിയോ ആക്കി ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമ്മളുടെ ലാസ്റ്റ് ഇട്ട 2 വീഡിയോക്ക് നിങ്ങളെ ഭാഗത്തുനിന്ന് നല്ല റെസ്പോൺസാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് ദൂരത്തു നിന്നൊക്കെ നമ്മളുടെ അടുത്ത് കസ്റ്റമർ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്ത് പോയിട്ടുണ്ട്. വന്നവർക്കെല്ലാം ഒരുപാട് താങ്ക്സ്. പിന്നെ പറയാനുള്ളത്, ഷോപ്പ് വരുന്നത് ഓമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓമശ്ശേരി സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കോട് പോകുന്ന ഭാഗത്തേക്ക് വരാം. കൊടുവള്ളി സൈഡിലോട്ട്, കൊടുവള്ളി വഴി കോഴിക്കോട് പോകുന്ന സൈഡിൽ കൂടെ വരാം. വരുന്ന സമയത്ത് ഇടത്തെ ഭാഗത്ത് ആ ഒരു ജംഗ്ഷൻ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ടാണ് നമ്മളെ ഷോപ്പ് വരുന്നത്. അവിടെ റോഡിൽ നിന്ന് നോക്കിയാൽ ഷോപ്പ് കാണാൻ പറ്റും, പക്ഷെ അതൊരു കോംപ്ലക്സിൻ്റെ ഉള്ളിലാണ് നമ്മളെ ഷോപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിക്കുക, വരുന്നതിന് മുന്നേ വരുന്നുണ്ട്. ഷോപ്പ് എവിടെയാണെന്നുള്ളത് ചോദിച്ചാൽ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. കാരണം ആ ചുരിദാറിനൊക്കെ നല്ല ഡിമാൻഡാണ് ഉണ്ടായിരുന്നത്.
ഇൻഷാല്ലാ നമുക്ക് അതിൻ്റെയൊക്കെ കളർ ചേഞ്ചുകളും പിന്നെ വേറെ നല്ല അടിപൊളി കളക്ഷൻസ് വന്നതന്നെ കാണിക്കാൻ ബാക്കിയുണ്ട്. അന്ന് എനിക്ക് വയ്യാതെ വന്നതുകൊണ്ടാണ് കാണിക്കാതെ ഇരുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.